ഹലോ ഗേസ്, രാവിലെ തന്നെ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ശ്രീവള്ളിപുത്തൂരിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് ശങ്കരൻ കോവിൽ എന്നുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിലൂടെ കയറാനുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെയിൽ, നല്ലൊരു കോടമഞ്ഞൊക്കെ ഉള്ളൊരു സമയം തന്നെയായിരുന്നു. നല്ലൊരു തണുപ്പ് ക്ലൈമറ്റൊക്കെ ആയിരുന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം രണ്ട് സൈഡിലായിട്ട് നല്ല വലിയ വലിയ മലകളൊക്കെ കാണാനുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിക്കാനുണ്ട് രാജപാളയം എന്നുള്ള സ്ഥലം. രാജപാളയം എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് രാജപാളയം ഡോഗിനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ശങ്കരൻ കോവിലെത്തിട്ടോ. ശ്രീവള്ളിപുത്തൂരിൽ നിന്നും 44 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ശങ്കരൻ കോവിൽ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കേട്ടോ ശ്രീ ശങ്കരനാരായണൻ സ്വാമി ക്ഷേത്രം. ശിവനും വിഷ്ണുവും ഏകരൂപത്തിൽ ഭക്തർക്ക് മുന്നിൽ അവതരിക്കുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രം കൂടിയാണിത്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരിക്കൽ ഹരിയുടെ ഭക്തരും പരമശിവനും ആരുടെ ദൈവമാണ് ശക്തൻ എന്ന് തെളിയിക്കാനായിട്ട് പരസ്പരം കലഹിച്ചു. ഹരിയും ശിവനും ഒന്നാണെന്ന് ഭക്തർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശിവനും വിഷ്ണുവും ശങ്കരനാരായണനായി അവതരിച്ചു എന്നതാണ് വിശ്വാസം. തമിഴ്നാട്ടിലെ അതിപ്രാചീന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ശങ്കരൻ കോവിൽ എന്ന് പറയുന്നത്. 900 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പാണ്ഡ്യ രാജവംശത്തിലെ രാജാവായിരുന്ന ഉഗ്രപാണ്ഡ്യനാണ്. 9 നിലകളോട് കൂടിയ ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. 125 അടി ഉയരമുള്ള ഗോപുരത്തിന് 56 അടി നീളവും 15 അടി വീതിയുമുണ്ട്. ശങ്കരനാരായണൻ എന്ന പേരിലുള്ള പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിൽ പകുതി ശിവനും പകുതി വിഷ്ണുവുമാണെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ തൊഴുതിട്ടോ. നല്ല ഭംഗിയുള്ള കൊത്തുപണികളും തൂണുകളൊക്കെ ആയിട്ടോ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണിത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത റൂട്ടിട്ട് നമ്മൾ തെങ്കാശിയിലേക്ക് പോകണം കേട്ടോ. ശങ്കരൻ കോവിലിൽ നിന്നും 38 കിലോമീറ്ററാണ് തെങ്കാശിയിലേക്കുള്ളത്. തെങ്കാശിയിലേക്ക് പോകുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു കാഴ്ച കണ്ട് ഇവിടെ നിന്നതാണ്. അതായത് പോരുന്ന വഴിക്കൊക്കെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പാടങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ അതെന്താണ് ഐറ്റം എന്നറിയാനുള്ള കൗതുകത്തിന് ഇവിടെ വണ്ടി നിർത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കുകയാണ്. കണ്ടാലൊന്നും നമുക്കത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഒരാളൊന്ന് പറഞ്ഞു തന്നു കേട്ടോ ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഈ കാണുന്ന ഐറ്റമാണ് ജോവർ എന്ന് പറഞ്ഞിട്ടുള്ള മില്ലറ്റ്. നമ്മുടെ മലയാളത്തിൽ മണിച്ചോളം എന്നൊക്കെ പറയും കേട്ടോ. ഈ ജോവർ എന്ന് പറഞ്ഞ മില്ലറ്റൊക്കെ വാങ്ങിച്ച് കഴിക്കുമെങ്കിലും നമ്മൾ ഇതെന്താണെന്നുള്ളത് അതിൻ്റെ ചെടി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇതെന്താ ഐറ്റം എന്നറിയാതൊന്ന് ഓടി നടന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഞാൻ. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഐറ്റമൊക്കെ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ പൂത്തൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ അപ്പുറത്ത് ആൾ വന്നിട്ട് നമുക്കിത് എന്താണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നത്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ, കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന കാണാനായിട്ട്. അങ്ങനെ ഇതിന് ശേഷം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു പാടമുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ചെന്നിട്ടുള്ളത്. ഇതാണ് ഐറ്റം. എന്താണെന്ന് മനസ്സിലായില്ല. അടുത്തേന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് പരിചയമുള്ള ഒരാൾ അതിനിടയിലുണ്ട്. പഞ്ഞി പോലെ ഇരിക്കുന്ന ഐറ്റമാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ അത് നോക്കി നടത്തുന്നൊരു അപ്പം വന്നപ്പോൾ പറഞ്ഞു തന്നു ഇതാണ് നമ്മുടെ പരുത്തിച്ചെടി എന്ന് പറയുന്നത് കേട്ടോ. കോട്ടൺ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഇതിൻ്റെ സീസൺ അല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സീസൺ ആണെങ്കിൽ വേറൊരു ഭംഗിയായിരിക്കില്ലേ കാണാനായിട്ട്, കുറേ പഞ്ഞിയൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഏതായാലും മഞ്ഞ കളർ പൂവുണ്ട്, റോസ് കളർ പൂവുണ്ട്. അത് ഇടവിട്ട് ഇതിനിടയിലുണ്ട് കേട്ടോ. അതെന്താ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. സംഭവം നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ പരുത്തിച്ചെടി അടുത്ത് കാണുന്നത്. നല്ല കട്ടിയുള്ളൊരു തരം ചെടിയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തെങ്ങ് കൃഷിയുണ്ട്. ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ കണ്ട പോലെ ജോവറിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ ഈ പോകുന്ന ഏരിയയിൽ മൊത്തം ഇതിനാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇത് നോക്കി നടത്തുന്ന അപ്പൂപ്പനപ്പോൾ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് വന്നതെന്നൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് നമ്മൾ തെങ്കാശി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കണ്ട സൈഡിലായിട്ട് പരുത്തിച്ചെടിയും നമ്മുടെ ജോർ ഇങ്ങനെ പാടം നീണ്ടു നിവർന്ന് ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ കുറേ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെ കേട്ടോ നല്ല രസമുണ്ട്. പ്രത്യേക ഫീലാണ് ഇതിനെ കാണാനായിട്ട്. അങ്ങനെ പോയപ്പോഴാണ് ഒരു പരുത്തിച്ചെടി തന്നെ കൃഷി ചെയ്യുന്ന പാടത്ത് ചേച്ചി വിളവെടുക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേക്കാം. കാരണം മുന്നേ കണ്ടതിനേക്കാൾ ഇഷ്ടം പോലെ ഉണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ചെടി എടുക്കുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ചേച്ചിയുടെ പെർമിഷനൊക്കെ പോയി വാങ്ങി. അങ്ങനെ ഞാനും ഇതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, ഇതിനകത്ത് കൂടെ തരണം ചെയ്ത് പോകാൻ കുറച്ച് പാടുണ്ട്. കാരണം നല്ല കട്ടിയാണ് ഈ ചെടിക്ക്. അതാണ് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരുത്തിച്ചെടി വിളവെടുക്കാൻ പോകുന്നതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അക്ക പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാനും ആ ചെടിയിൽ നിന്ന് പരുത്തി നമ്മൾ പഞ്ഞി ഉള്ള പൂവ് പറിച്ചെടുക്കുകയാണ് കേട്ടോ.
പൂ പറിച്ചെടുത്ത ശേഷം അതിന് മേലെയുള്ള പഞ്ഞിയൊക്കെ ഇങ്ങനെ നുള്ളിയെടുത്തു. എന്നിട്ട് പിന്നെ അത് ആ ചേച്ചിയുടെ കയ്യിലോട്ട് തന്നെ കൊടുക്കുകയാണ്. കാരണം ചേച്ചിയുടെ മേത്ത് ഫ്രണ്ടിലായിട്ടൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട്, അതിനകത്താണ് ഈ പഞ്ഞിയൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അവരത് മില്ലിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ ഇതിൽ ധാരാളം പോകുന്ന കാണാം. ഓരോരുത്തർ ഇങ്ങനെ ചാക്കിനകത്ത് നിറയെ പഞ്ഞിയൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആക്കയ്ക്ക് പഞ്ഞി കൊടുത്തു. അപ്പോൾ ഒരെണ്ണം എങ്ങനെയാണ് പറിക്കേണ്ടതെന്നുള്ള അറിയുകയും ചെയ്തു. ജീവിതത്തിൽ വല്ലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഓരോ പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ വരുന്ന വഴിക്കൊക്കെ ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് കുറേ കാറ്റാടി യന്ത്രങ്ങൾ കാണാൻ കഴിയും. ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളത്. അങ്ങനെ ഈ പാടത്തുനിന്ന് കയറി വന്നപ്പോൾ കെട്ടിൻ്റെ കാലിൽ ചെരുപ്പിൽ മൊത്തം തന്നെ ചെളിയായിട്ടോ. അപ്പോൾ ഒരു ചെളി എവിടെയും തൂത്തളഞ്ഞ് ഓർത്തിട്ട് ഈ പോസ്റ്റിലൊക്കെ ഒന്ന് വരച്ച് ചെളിയൊക്കെ മാറ്റി നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്താനുള്ള സമയം അങ്ങോട്ട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൻപുറത്തോടുള്ള ഒരു യാത്രയും അതിൻ്റെ കൂടെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെയാണെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് പോകുകയാണ് കേട്ടോ. അതൊക്കെ എന്നോട് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക രസമാണ് കേട്ടോ. ഈ തെങ്കാശി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ അടുത്താണ്. കണ്ടില്ലേ, ബോർഡൊക്കെ കണ്ടില്ലേ? നമ്മൾ കൊല്ലം ജില്ലയൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം തോന്നും. അപ്പോൾ അവിടേക്ക് അടുക്കും തോറും നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. ആ മലയൊക്കെ കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം 10:30 ആയപ്പോഴേക്കും തെങ്കാശി എത്തി. ഇപ്പോൾ തെങ്കാശിയിൽ അമ്പലത്തിനടുത്തായിട്ട് തന്നെ നമ്മൾ റൂം എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ 2 ദിവസം ഇവിടെ തന്നെയാണ് സ്റ്റേ. അപ്പോൾ റൂം എടുത്ത് ലഗേജൊക്കെ കൊണ്ടുവെക്കാൻ കരുതി. അപ്പോൾ റൂമിലേക്കുള്ള പോകുമ്പോഴത്തെ കാഴ്ച കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ കിട്ടും. അവിടെ നിന്ന് നല്ല കാറ്റും കൂടെ വീശുന്നുണ്ട്. റൂം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ലഗേജൊക്കെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ലഗേജ് തൂക്കി നടക്കണ്ടല്ലോ. ലഗേജ് ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചാൽ തന്നെ ഒരു പകുതി ആശ്വാസമാണ്. അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ നിന്ന് തന്നെ അമ്പലം കാണുന്നുണ്ട് കേട്ടോ. നല്ല ടൗണിൻ്റെ ഒത്ത നടുക്കാണ് ഈ കാശി വിശ്വനാഥർ ക്ഷേത്രം എന്നുള്ള നമ്മുടെ തെങ്കാശിയിലെ അമ്പലം ഉള്ളത് കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്കല്ല നേരെ ചെന്നത്, അമ്പലത്തിൽ തൊട്ടടുത്തായിട്ട് കഴിക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. സമയം 10:30 ആയപ്പോൾ വിശക്കുന്നുണ്ട്. ആദ്യം തന്നെ കഴിക്കാൻ കയറി. അപ്പോൾ അവിടെ തന്നെ ഹോട്ടൽ ഇങ്ങനെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളും കാണേണ്ട സ്ഥലങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ദൂരെയാണെന്നുള്ളത് ഫോട്ടോ സഹിതമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നല്ല ദോശയും ചട്നിയും സാമ്പാറും പിന്നെ ഒരു കോഫിയും കൂടെ കൂട്ടി കഴിച്ചിട്ടോ. കഴിച്ചപ്പോഴത്തെ ഒരു സുഖം ഒന്നും പറയണ്ട. പിന്നെ അവിടുത്തെ ഒരു കോഫിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിട്ടോ. സാധാരണ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കോഫി കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ടേസ്റ്റ് തോന്നാറില്ല. പക്ഷേങ്കിൽ ആ കടത്തെ കോഫിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി. അങ്ങനെ നമ്മൾ കഴിച്ച ശേഷം നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ശരിക്കും തെങ്കാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കൻ കാശി എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. തെങ്കാശി പട്ടണത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ കാശി വിശ്വനാഥർ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ മെയിൻ ഗോപുരമാണ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ഉയരമുള്ള 2ാമത്തെ ക്ഷേത്ര ഗോപുരം എന്ന് പറയുന്നത്. നമ്മൾ ചെന്ന സമയത്ത് ഗോപുരത്തിൻ്റെ പെയിൻറ്റിങ് പണി നടക്കുകയായിരുന്നു. പിന്നെ അമ്പലത്തിനുള്ളിലും കാര്യമായ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലേക്ക് നടന്ന് കയറുന്ന സമയത്ത് ഒരു പ്രത്യേകതരം കാറ്റുണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിൽ പ്രത്യേകതരം കാറ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറയാം കേട്ടോ. ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ഉലകമ്മൻ ക്ഷേത്രം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരയ്ക്ക് അടുത്തുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പിന്നെ തെങ്കാശി സന്ദർശിക്കുമ്പോൾ കാണേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. തമിഴ് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരിയായിരുന്ന പരാക്രമ പാണ്ഡ്യനാണ് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു കരിങ്കൽ ഭിത്തിയിൽ അതിലെ എല്ലാ ആരാധനാലയങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അമാവാസി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 12 വരെയും വൈകുന്നേരം 4 മുതൽ 8:30 വരെയും ഇവിടെ ക്ഷേത്രം തുറന്നിരിക്കും. ഹിന്ദു ഐതിഹ്യം അനുസരിച്ച് പാണ്ഡ്യ രാജാവായ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ഹിന്ദു ദേവനായ ശിവന് ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചു. ദക്ഷിണേന്ത്യയിലെ ശിവന്റെ പ്രതിനിധാനമായ ശിവന്റെ ഒരു ലിംഗം കൊണ്ടുവരാൻ വേണ്ടി കാശിയിലേക്ക് പോയി. ശിവഭഗവാൻ രാജാവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉറുമ്പുകളുടെ സൈന്യത്തെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവിടെ ഉറുമ്പുകളുടെ ഒരു പടയുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. വാരണാസിയിലേക്ക് പോകുന്നതിൽ നിന്ന് തനിക്ക് തടസ്സമുണ്ടായത് ദൈവിക ഇടപെടൽ മൂലമാണെന്ന് രാജാവിന് മനസ്സിലായി. ഉറുമ്പ് അവസാനിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ക്ഷേത്രം പണിതു. 13ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത്. ക്ഷേത്രത്തിൽ വേദങ്ങളും പുരാണങ്ങളും പാരായണം ചെയ്യാൻ ബ്രാഹ്മണന്മാർക്ക് വീടുകളും ഗ്രാമങ്ങളും സമ്മാനിച്ച വീരപാണ്ഡ്യൻ്റെ കാലഘട്ടത്തിലെ 1384 ലിഖിതങ്ങൾ ക്ഷേത്രത്തിൽ ഇന്നും ഉണ്ട്. 1967 വരെ ക്ഷേത്രത്തിന് ഒരു പരന്ന ഗോപുരമാണ് ഉണ്ടായിരുന്നത്. 1990 ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗോപുരം പണിതത് 180 അടി ഉയരത്തിൽ കലാപരമായി നിർമ്മിച്ച ക്ഷേത്ര ഗോപുര നിർമ്മാണം ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗോപുരത്തിലൂടെ അതിനെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് ഭയങ്കര ഒരു കാറ്റിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചിട്ട് പറയാമെന്നുള്ളത്. അവിടെ ചെന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു.
പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് ആ കാറ്റിൻ്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലായത്. ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ആകർഷകമായത് അതിലെ ഇവിടെയുള്ള കാറ്റിൻ്റെ സഞ്ചാരമാണ്. അതായത് ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഭക്തനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പിടിച്ചു വലിക്കുകയും തിരിച്ച് ഇറങ്ങുമ്പോൾ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്ന ഒരു കാറ്റിൻ്റെ മർദ്ദവ്യതിയാനം നമുക്ക് ഈ ക്ഷേത്ര ഗോപുരത്തിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഈ വാസ്തുവിദ്യ വിസ്മയം തന്നെയാണ്. അമ്പലത്തിനുള്ളിൽ ധാരാളം മണ്ഡപങ്ങളും കാര്യങ്ങളും കൊത്തുമണികളൊക്കെ ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. ഒത്തിരി ഒന്നും സ്ഥലങ്ങളിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതാണ്, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 12 മണി ആവാറായപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് തന്നെ ഒരു നാരങ്ങ സോഡയും പിന്നെ ഒരു മൊസമ്പി ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നമുക്ക് തെങ്കാശിയിലെ കുറേ സ്ഥലങ്ങൾ കാണാണ്ട്, അധികവും വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.